പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു കുറെ ആളുകളെ പറ്റിച്ചല്ലോ. ആ ആളുകൾക്ക് പറയാൻ കഴിയുമോ അമീർ ഇന്ന ആളാണ് എന്ന്, നാളെ മറ്റന്നാളേക്കുള്ള കാര്യപരിപാടികൾ ഇന്നതാണ് എന്ന്? ഇപ്പോഴുള്ള അമീറോ നാളെയുള്ള അമീറും കൊള്ളാവുന്ന ഒരാളാണ്. പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ആത്മവിശ്വാസത്തിന്റെ, അഭിമാന ബോധത്തിന്റെ, ആദർശത്തിന്റെ ഒരു വരി ഏതെങ്കിലും ഒരു ബിദ്അത്തുകാരന് ഇന്ന് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അത് മുഴുവനും ഹബാഇൽ, വെറുതെ ആരോ ഉണ്ടാക്കി വെച്ച കടിവലകളിൽ ആരോ പെട്ടുപോയി എന്നതിനപ്പുറം ആ ചിലന്തി വലകൾക്കൊന്നും നിലനിൽപ്പില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സംഘന്മാർ, മഹാന്മാരായ നേതാക്കൾ, അലിമീങ്ങൾ, ആ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ അഹ്ലു സുന്നത്ത് അത്യധികം ആവേശത്തോടെ മുന്നോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മുടേതായ പങ്ക് അടയാളപ്പെടുത്താനും ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രാഷ്ട്രീയക്കാരന്റെ ചാണകം വിഴുങ്ങിയും അവന്റെ കോണകം കഴുകിയും ജീവിച്ച കുറെ ആളുകൾ സുബ്ഹാനല്ലാഹ്, അവർക്കിപ്പോൾ ചക്രശ്വാസം വലിക്കുന്നൊരവസ്ഥയിലാണ്. 100 100 100 എന്ന് പറയുന്നുണ്ട്. ഈ 100 വായിൽ തേക്കുന്ന ചുണ്ണാമ്പല്ലാതെ വേറെ എന്ത് എന്ന് അവർക്കൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അവര് വീട്ടിലിറങ്ങിയാൽ നാട്ടുകാര് ചോദ്യം ചെയ്യുമ്പോ തലകുനിച്ച് നടക്കുകയാണ്. അവര് ചൊല്ലിക്കൊടുക്കാനിരിക്കുമ്പോ കുട്ടികൾ ചോദ്യം ചെയ്യുന്നു. അവര് നാണം കൊണ്ട് ഓടിയൊളിക്കുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോ വീട്ടുകാര് ചോദിക്കുന്നു, എത്ര യോഗം കൂടി, എന്ത് തീരുമാനെടുത്തു? പണ്ടത്തെ തീരുമാനമൊക്കെ എന്തായി? അവര് മൗനം. അതല്ലെങ്കിൽ പടച്ചവനെ, അവരുടെ അവസ്ഥ പറയാൻ വയ്യ. ഈമാനുള്ളവർക്ക് കടലിൽ ചാടാൻ വയ്യല്ലോ, അവർക്ക് കയറിൽ തൂങ്ങാൻ വയ്യല്ലോ, അവർക്ക് വിഷം കുടിക്കാൻ വയ്യല്ലോ. CM വലിയുള്ളാഹി പറഞ്ഞു തന്ന നല്ല തീരുമാനങ്ങൾ അതാത് സമയത്ത് നടപ്പിലാക്കിയപ്പോൾ താജുൽ ഉലമ ഈ ഉമ്മത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു. സുൽത്താനുൽ ഉലമ ഈ ഉമ്മത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു. ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ ഖാലിദ് ഇബ്നുൽ വലീദിനെ പോലെ ഒരു നല്ല പോരാളിയായി ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങളെ നമ്മൾ ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു ദർജകളെ ഏറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആ തണല് ഇനിയും ഒരുപാട് കാലം നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും വേണ്ടി കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടി തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ആ മഹാന്മാരായ അലിമീങ്ങളെ നമ്മൾ വഅദ് കേൾക്കാൻ വന്നവരാണ്. നമ്മൾ അവരെ ദുആയിൽ ആമീൻ പറയുന്നവരാണ്. നമ്മൾ അവരുടെ ഉപദേശം സ്വീകരിച്ചപ്പോൾ മർക്കദു സഖാഫത്തി സുന്നിയുണ്ടായി, ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായി. ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ മഹാന്മാര് വേർത്തൊലിച്ചപ്പോൾ നമുക്കാർക്കും മാറി നിൽക്കാൻ പറ്റില്ലെന്നായി. യുപിയിലൂടെ സൈക്കിൾ റിക്ഷയിൽ സഞ്ചരിക്കുന്ന താജുൽ ഉലമ രാത്രി 2 മണിക്ക് അവിടെ പോയി അവരോട് അറിയാവുന്ന ഉറുദുവിലും ബാക്കി ദുആയിലും തന്റെ വലിയ പങ്കാളിത്തം അവിടെ ബോധ്യപ്പെടുത്തിയ താജുൽ ഉലമ സുബ്ഹാനല്ലാഹ്. ഈ പ്രസ്ഥാനത്തിന്റെ മഹാന്മാരായ നേതാക്കൾ ചെയ്ത ത്യാഗങ്ങൾ വളരെ വളരെ വലുതാണ്. ആ ത്യാഗങ്ങളുടെ മധുരം, കാന്തപുരം ഉസ്താദിന്റെ മധുര സ്വരം നമ്മളിപ്പോ അടുത്തു കേട്ടൊരു ക്ലിപ്പ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് പറയുന്നു, നാളെ ബംഗാളിൽ പുതിയ 350 മദ്രസകൾ ഉദ്ഘാടനം ചെയ്യുന്നു. കെട്ടിടമുള്ളതും ഇല്ലാത്തതും 350 പുതിയ മദ്രസകൾ